എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഉണ്ണീശോയുടെ വിശുദ്ധ ത്രേസ്യയെപ്പറ്റി ഒരു സ്വപ്നമുണ്ടായത് എഴുതാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അപ്പോൾ നോവിഷ്യറ്റിലായിരുന്നു. എങ്ങനെ തരണം ചെയ്യുമെന്ന് കരുതിയ ചില സഹനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ബാഹ്യമായവയുമായി ബന്ധപ്പെട്ട ആന്തരിക പ്രയാസങ്ങളായിരുന്നു അവ. പല വിശുദ്ധരോടും ഞാൻ നൊവേന നടത്തി. എന്നാൽ സഹനങ്ങൾ കൂടി വരികയാണ് ചെയ്തത്. ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. പെട്ടെന്ന് ഉണ്ണീശോയുടെ വിശുദ്ധ ത്രേസ്യയോട് പ്രാർത്ഥിക്കണമെന്നൊരു പ്രേരണ ലഭിച്ചു. ഈ പുണ്യവതിയുടെ പേരിൽ ഒരു നൊവേന ഞാൻ ആരംഭിച്ചു. മഠത്തിൽ ചേരുന്നതിന് മുമ്പ് ഈ പുണ്യവതിയോട് എനിക്ക് വലിയ ഭക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭക്തിയിൽ ഞാൻ ഉപേക്ഷ വരുത്തിയിരുന്നു. എന്നാൽ ഈ ആവശ്യത്തിനായി ഞാൻ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. നൊവേനയുടെ 5-ാം ദിവസം ഞാൻ വിശുദ്ധ ത്രേസ്യയായ സ്വപ്നം കണ്ടു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പോലെയാണ് ഞാൻ കണ്ടത്. ഒരു വിശുദ്ധയാണെന്ന് വെളിപ്പെടുത്താതെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക. ഞാനും വളരെ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്നും സഹിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവൾ വളരെ സഹിച്ചെന്ന് എനിക്ക് ബോധ്യമാകുന്ന വിധത്തിൽ സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, 3 ദിവസത്തിനുള്ളിൽ ഈ പ്രയാസങ്ങളെല്ലാം സന്തോഷപ്രദമായി പര്യവസാനിക്കും. എന്നാൽ ഞാൻ അവരെ വിശ്വസിക്കായികയാൽ അവൾ ഒരു വിശുദ്ധയാണെന്ന് വെളിപ്പെടുത്തി. എൻ്റെ ആത്മാവ് ആനന്ദപൂരിതമായി. ഞാൻ അവരോട് ചോദിച്ചു, നീ ഒരു വിശുദ്ധയാണോ? അതെ, അവൾ മറുപടി പറഞ്ഞു. ഞാനൊരു വിശുദ്ധയാണ്. 3 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങൾ തീരുമാനമാകും. ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ട ത്രേസ്യ, ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് എന്നോട് പറയാമോ? അവൾ മറുപടി പറഞ്ഞ്, ഉവ്വ് സഹോദരി, സ്വർഗത്തിൽ പോകും. ഞാനൊരു വിശുദ്ധയാകുമോ? അതിന് ഇപ്രകാരം ഉത്തരമരുളി, ഉവ്വ്, നീയൊരു വിശുദ്ധയാകും. എന്നാൽ കൊച്ചു ത്രേസ്യ, നിന്നെപ്പോലെ ഞാൻ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധയാകുമോ? അവൾ പറഞ്ഞു, ഉവ്വ്, എന്നെപ്പോലെ നീയും ഒരു വിശുദ്ധയാകും. എന്നാൽ നീ കർത്താവീശോയിൽ ആശ്രയിക്കണം. പിന്നീട് എൻ്റെ അപ്പനും അമ്മയും സ്വർഗത്തിൽ പോകുമോ എന്ന് ഞാൻ ചോദിച്ചു. അവർ പോകുമെന്ന് വിശുദ്ധ മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, എൻ്റെ സഹോദരന്മാരും സ്വർഗത്തിൽ പോകുമോ? അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. വ്യക്തമായ ഒരു മറുപടി തന്നില്ല. അവർക്ക് വളരെ പ്രാർത്ഥന ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു സ്വപ്നമായിരുന്നു. പഴഞ്ചൊല്ലിൽ പറയുന്ന പോലെ സ്വപ്നങ്ങൾ മായാ സൃഷ്ടികളാണ്. ദൈവം വിശ്വാസമാണ്. എന്തായാലും അവർ പറഞ്ഞ പോലെ 3 ദിവസത്തിനുള്ളിൽ ഈ പ്രയാസങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തീരുമാനമായി. അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. അതൊരു സ്വപ്നമായിരുന്നെങ്കിലും അതിനതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ സിസ്റ്റർ എൻ ഒരുമിച്ച് ഞാൻ അടുക്കളയിലായിരുന്നു. അവർ എന്നോട് അല്പം പരിഭ്രമിക്കുകയും ശിഷ്യയായി മേശയിൽ ഇരിക്കാൻ പറയുകയും ചെയ്തു. അവർ തനിയെ ഉരയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ട് കഠിനമായ ജോലിയിൽ ഏർപ്പെട്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സിസ്റ്റേഴ്സ് വഴി വന്നു. ഞാൻ മേശയിൽ ഇരിക്കുന്നത് കണ്ട് അതിശയപ്പെട്ടു. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ടായിരുന്നു. ഒരാൾ എന്നെ ഒരു മടിച്ചിയായി മുദ്രകുത്തി. മറ്റൊരാൾ എന്നെ സ്ഥിരബുദ്ധിയില്ലാത്തവളായി പ്രഖ്യാപിച്ചു. ആ സമയത്ത് ഞാനൊരു അർത്തിനി ആയിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു, ഇവൾ എപ്രകാരമുള്ള ഒരു സിസ്റ്ററായിത്തീരും. എന്നിട്ടും എനിക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചില്ല. കാരണം അനുസരണം എന്ന പുണ്യത്തിന് കീഴിലാണ് സിസ്റ്റർ എന്നോട് ഇത് ആവശ്യപ്പെട്ടത്. അതിനാൽ അവർ പറയാതെ താഴെ ഇറങ്ങാൻ സാധ്യമല്ലായിരുന്നു. യഥാർത്ഥത്തിൽ എത്രമാത്രം ശൂന്യവൽക്കരണം ഇതിനാവശ്യമായിരുന്നുവെന്ന് ദൈവം മാത്രം അറിയുന്നു. നാണക്കേട് കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആന്തരിക രൂപീകരണത്തിന് ദൈവം പലപ്പോഴും ഇത് അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് വലിയ സമാശ്വാസങ്ങൾ നൽകി. ഈ എളിമപ്പെടുത്തലുകൾക്ക് പ്രതിഫലം നൽകിയിരുന്നു. ആരാധനാ സമയത്ത് പ്രഭാപൂർണനായി അവിടുത്തെ ഞാൻ കണ്ടു. ദയാവായ്പോടെ എന്നെ നോക്കി അരുളി ചെയ്തു, എൻ്റെ മകളെ, സഹനത്തെ നീ ഭയപ്പെടരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരിക്കൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു. ഛായാപടം വരയ്ക്കുന്നത് സംബന്ധിച്ച് ഞാൻ ആത്മാവിൽ വളരെ ക്ലേശം അനുഭവിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും മിഥ്യാദർശനങ്ങളാണെന്ന് അവർ നിരന്തരം എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് ചിന്തിച്ച് ഞാൻ വലഞ്ഞു. മറ്റൊരു വശത്ത് ഒരു പക്ഷേ ഈ ചിത്രം വഴി ദൈവം ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നും അതിനാൽ അത് വരപ്പിച്ചെടുക്കാൻ ശ്രമിക്കണമെന്നും ഒരു വൈദികൻ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ആത്മാവ് തീർത്തും അവശതയിലായി.
ഞാൻ ആ ചെറിയ ചാപ്പലിൽ പ്രവേശിച്ച് എൻ്റെ ശിരസ് സക്രാരിയോട് ചേർത്ത് വെച്ച് മുട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോയെ, ഈ ചിത്രം വരയ്ക്കുന്നതിന് ഞാൻ എത്രമാത്രം പ്രയാസം സഹിക്കുന്നു എന്ന് കാണുക. സക്രാരിയിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടു, എൻ്റെ മകളെ, നിന്റെ സഹനങ്ങൾ അധികകാലം നീണ്ടു നിൽക്കുകയില്ല. ഒരു ദിവസം ഞാൻ 2 വഴികൾ ദർശിച്ചു. ഒന്ന് വീതി കൂടിയതും മണലും പൂക്കളും വിരിച്ചതും സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി. സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു. അവർ അറിയാതെ തന്നെ അതിൻ്റെ അവസാനത്തിലെത്തി. ആ വഴിയുടെ അവസാനത്തിൽ വലിയ ഒരു ഗർത്തമുണ്ടായിരുന്നു. അത് നരകത്തിൻ്റെ ഗർത്തമായിരുന്നു. അന്ധമായി നടന്ന് ആത്മാവ് അതിൽ പതിച്ചു. എണ്ണാൻ പറ്റാത്ത വിധം അവയുടെ സംഖ്യ വലുതായിരുന്നു. മറ്റൊരു വഴി ഞാൻ കണ്ടു. അത് ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമായ ഒരു പാതയായിരുന്നു. അതിലൂടെ സഞ്ചരിക്കുന്നവയുടെ കണ്ണുകൾ ഏറെ നനഞ്ഞിരുന്നു. എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾക്കും അവർ ഇരയായി തീർന്നിരുന്നു. ചിലർ കല്ലിൽ തട്ടി വീണുകൊണ്ടിരുന്നു, എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ആ പാതയുടെ അവസാനം അതിമഹത്തായതും എല്ലാ തരത്തിലുമുള്ള ആനന്ദം നിറഞ്ഞതുമായ ഒരു ഉദ്യാനമായിരുന്നു. ഈ ആത്മാക്കളെല്ലാം അതിൽ പ്രവേശിച്ചു. ആ നിമിഷം തന്നെ അവർ തങ്ങളുടെ സഹനങ്ങളെല്ലാം മറന്നുപോയി. ഒരിക്കൽ സായാഹ്നത്തിൽ തിരുക്കുടുംബത്തിൻ്റെ സഹോദരികളുടെ മഠത്തിൽ ഞങ്ങളുടെ മഠത്തിലെ മറ്റൊരു സിസ്റ്ററും ഒന്നിച്ച് ആരാധനയ്ക്കായി ഞാൻ പോയി. ചാപ്പലിൽ പ്രവേശിച്ച ഉടനെ ദൈവസാന്നിധ്യം എന്നിൽ നിറഞ്ഞു. ചില സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് പോലെ മൗനമായി ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ചിത്രം വരയ്ക്കുന്ന കാര്യത്തിലും കരുണയുടെ എല്ലാ പ്രവൃത്തികളിലും നീ ഉപേക്ഷ വരുത്തിയാൽ ഒരു വിധി ദിവസം വളരെയധികം ആത്മാക്കളെക്കുറിച്ച് ഉത്തരം നൽകേണ്ടി വരും എന്നറിയുക. കർത്താവിൻ്റെ ഈ വചനം കേട്ട് എൻ്റെ ആത്മാവ് ഭയപ്പെട്ടു. ആപൽ സൂചന എന്നെ ഗ്രസിച്ചു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശാന്തത ലഭിച്ചില്ല. ഈ വചനങ്ങൾ എൻ്റെ ചെവിയിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു. വിധി ദിവസം എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും ആത്മാക്കൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. ഞാൻ മടങ്ങി മഠത്തിലെത്തി. ചെറിയ ചാപ്പലിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യാം, എന്നാൽ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റാനുള്ള ശക്തി എനിക്ക് നൽകുക. എന്തെന്നാൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. കുറച്ചു നാളായി മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പ്രാർത്ഥന യാചിക്കുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അവർ അതെന്നോട് പറയണമായിരുന്നില്ല. എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെടുകയും പ്രാർത്ഥിക്കുമ്പോൾ ശാന്തത ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ എനിക്കൊരു സംശയം തോന്നിയതിനാൽ സ്വീകരിച്ചില്ല. ഇത് പ്രമാണിച്ച് ഞാൻ വളരെ സഹിച്ചു. വേദന കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. ജോലി ചെയ്തപ്പോഴെല്ലാം എൻ്റെ ഹൃദയം വേദനിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഈശോ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ പാപം മാരകമാണെന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളപ്പോഴല്ലാതെ ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കരുത്. എൻ്റെ സ്നേഹത്തിൻ്റെ ഈ രഹസ്യത്തിലൂടെ നീയും ഞാനുമായുള്ള ഐക്യത്തെ തടസ്സപ്പെടുത്താൻ ഒരു സംശയത്തിനും ഇടയാകാതിരിക്കട്ടെ. വലിയൊരു തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന വൈക്കോൽ തുരുമ്പ് പോലെ നിന്റെ നിസ്സാര വീഴ്ചകൾ എൻ്റെ സ്നേഹത്തിൽ അപ്രത്യക്ഷമാകും. വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കാൻ മടിച്ചതാണ് എന്നെ കൂടുതൽ ദുഃഖിപ്പിച്ചതെന്ന് നീ അറിയുക. വൈകിട്ട് ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു, എൻ്റെ മകളെ, ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. തീവ്ര ദുഃഖത്തിലായിരുന്നതിനാൽ അവൻ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഞാൻ അതേപ്പറ്റി ആഴമായി ചിന്തിച്ചപ്പോൾ വലിയ വെളിച്ചം എൻ്റെ ആത്മാവിലേക്ക് ഒഴുകി വന്നു. എത്രമാത്രം സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ രക്ഷ ഇപ്രകാരമുള്ള പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി. കുറച്ചു നാളത്തേക്ക് മറ്റൊരു സിസ്റ്ററിന് പകരമായി ഞാൻ കിയേഷിൽ ആയിരുന്നപ്പോൾ ഉച്ചസമയത്ത് ഉദ്യാനം നടന്ന പുഴയോരത്തേക്ക് പോയി ചുറ്റുപാടും നോക്കി വളരെ നേരം അവിടെ നിന്ന് ധ്യാനിച്ചു. പെട്ടെന്ന് ഈശോനാഥൻ എൻ്റെ സമീപത്തെത്തി വാത്സല്യത്തോടെ എന്നോട് പറഞ്ഞു, എൻ്റെ മണവാട്ടി, നിനക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം സൃഷ്ടിച്ചത്. നിത്യതയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊന്നുമല്ല എന്നറിയുക. ഇപ്രകാരമുള്ള സ്വാന്തനത്താൽ ഹർഷപുളകിതയായി വൈകിട്ട് വരെ ഞാൻ അവിടെ നിന്ന് പോയി. എങ്കിലും അതൊരു ചെറിയ നിമിഷമായി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അത് ഏകദിന ധ്യാനത്തിനായി മാറ്റിവെച്ച എൻ്റെ ഒഴിവു ദിവസമായിരുന്നു. അതിനാൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഓ അനന്ത നന്മയായ ദൈവം, അവിടുത്തെ നന്മയാൽ എപ്രകാരം നമ്മെ അനുധാവനം ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് കർത്താവ് എനിക്ക് ഏറ്റവും വലിയ കൃപകൾ വർഷിക്കുന്നത്. ഓ ദിവ്യകാരുണ്യനാഥ,
വിശുദ്ധിയോടും നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടി വിജനമായ പ്രവാസത്തിലൂടെ ഞാൻ കടന്നു പോകാൻ എനിക്ക് വേണ്ടി അങ്ങ് സ്വർണ്ണക്കാസായിൽ അടക്കം ചെയ്തിരിക്കുന്നുവല്ലോ. ഓ അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ഇത് നിവൃത്തിയാക്കപ്പെടട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, എൻ്റെ ആത്മാവിൽ വന്ന് വസിക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും മാധുര്യം നിറഞ്ഞ സ്നേഹമേ, അവിടുത്തെ പ്രകാശത്തിൽ അന്ധകാരം മാറിപ്പോകുന്നു. ഈ എളിയ ഹൃദയത്തിന് അവിടുത്തെ കൃപ നിരസിക്കരുതേ. ഓ ദിവ്യകാരുണ്യനാഥ, സ്വർഗം മുഴുവൻ്റെയും ആനന്ദമേ, മറിഞ്ഞിരിക്കുന്നെങ്കിലും തവ പ്രഭാവം ഒരു അപ്പക്കഷ്ണത്തിൻ രൂപത്തിൽ ഉറച്ച വിശ്വാസം ആ മറ മാറ്റിടുന്നു. മാസത്തിൻ്റെ 5-ാം ദിവസമായ കുരിശുയുദ്ധ ദിവസം മാസാദ്യ വെള്ളിയായിരുന്നു. വിശ്വനാഥൻ്റെ മുമ്പിൽ ആരാധനയ്ക്കിരിക്കേണ്ട ഊഴം എൻ്റേതായിരുന്നു. എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അവഹേളനങ്ങൾക്കും പരിഹാരം ചെയ്യാനും ഈ ദിവസം ദൈവദൂഷണങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനും പ്രാർത്ഥിക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ഈ ദിവസം ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രത്യേക സ്നേഹത്താൽ എൻ്റെ ആത്മാവ് ഉജ്ജ്വലിച്ചു. ഞാനൊരു അഗ്നിജ്വാലയായി രൂപാന്തരപ്പെട്ട അവസ്ഥയായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് രണ്ടാമതൊരു തിരുവോസ്തി കൂടി വൈദികൻ്റെ ഉടുപ്പിൻ്റെ കയ്യിൽ വീണു. ഏതു സ്വീകരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കുറച്ചു നേരം സന്ദേഹിച്ചു നിന്നു. വൈദികൻ തിരുവോസ്തി സ്വീകരിക്കാൻ അക്ഷമയോടെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അദ്ദേഹം നീട്ടിയ തിരുവോസ്തി സ്വീകരിച്ചപ്പോൾ മറ്റേത് എൻ്റെ കയ്യിലേക്ക് വീണു. വൈദികൻ കുർബാന കൊടുത്തുകൊണ്ട് അൾത്താരയുടെ കൈവിരി ചേർന്ന് നീങ്ങി. ഈശോനാഥനെ ആ സമയം അത്രയും ഞാൻ എൻ്റെ കരങ്ങളിൽ വഹിച്ചു. വൈദികൻ വീണ്ടും എന്നെ സമീപിച്ചപ്പോൾ അത് കാസായിലേക്ക് തിരികെ വയ്ക്കുവാൻ വേണ്ടി തിരുവോസ്തി ഉയർത്തി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കാരണം ഞാൻ ആദ്യം ഈശോയെ സ്വീകരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാതെ വേറൊരെണ്ണം വീണിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ തിരുവോസ്തി എൻ്റെ കയ്യിൽ വഹിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവപ്പെട്ടു. അതുമൂലം അന്ന് മുഴുവൻ എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ചിന്തിക്കുവാനോ എനിക്കായില്ല. തിരുവോസ്തിയിൽ നിന്ന് ഞാനിങ്ങനെ കേട്ടു: നിന്റെ ഹൃദയത്തിൽ മാത്രമല്ല നിന്റെ കരങ്ങളിലുമായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ആ സമയം ഞാൻ അതിൽ ഉണ്ണീശോയെ കണ്ടു. എന്നാൽ വൈദികൻ അടുത്ത് വന്നപ്പോൾ വീണ്ടും ആ തിരുവോസ്തി തന്നെ ഞാൻ കണ്ടു. ഓ മേരി, അമലോത്ഭവ കന്യകേ, എൻ്റെ ഹൃദയത്തിൻ നിർമ്മല ദർപ്പണമേ, നീയാണെൻ ശക്തി, ഉറപ്പുള്ള നങ്കുരം. നീ അബലഹൃദയർക്ക് പരിചയും സംരക്ഷകയും. ഓ മേരി, നീ അതുല്യമാം പരിശുദ്ധി തൻ പരിശുദ്ധി. ഒരേ സമയം കന്യകയും മാതാവും, സൂര്യനെ പോലെ രൂപവതിയും കളങ്കമില്ലാത്തവളും. നിന്റെ ആത്മാവ് എല്ലാ ഉപമകൾക്കും ഉപരിയാണ്. നിന്റെ ലാവണ്യം ത്രൈശുദ്ധനായവനെ ആനന്ദിപ്പിക്കുന്നു. തൻ്റെ നിത്യസിംഹാസനം വിട്ട് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ആഗതനായി നിന്റെ ഹൃദയത്തിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചു. ഒരു കന്യകയുടെ ഹൃദയത്തിൽ 9 മാസം അജ്ഞാതവാസം ചെയ്തു. കന്യകയും മാതാവുമായവളെ, ആരാലും അഗ്രാഹ്യമല്ലോ നിത്യനാം ദൈവത്തിൻ മനുഷ്യ അവതാരം. സ്നേഹത്താലും അത്യഗാധമാം കാരുണ്യത്താലും മാതാവേ, നിന്നിലൂടെ അവനുമായി ഞങ്ങൾ നിത്യതയിൽ ജീവിക്കുന്നു. ഓ മേരി കന്യകേ, സ്വർഗത്തിൻ വാതിലേ, നിന്നിലൂടെയല്ലോ രക്ഷ സംലഭ്യമായത്. നിന്റെ ദിവ്യമാം കരങ്ങളിൽ കൂടി അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കപ്പെടുന്നു. വിശുദ്ധയാകുവാൻ ഞാൻ നിന്നെ മാത്രം പിഞ്ചെന്നാൽ മതി. ഓ മാതാവേ കന്യകേ, ലില്ലിപ്പൂക്കളിൽ പരിശുദ്ധേ, ഭൂമിയിൽ ഈശോയുടെ ആദ്യത്തെ സക്രാരി നിൻ ഹൃദയമല്ലോ. നിൻ എളിമയേക്കാൾ വലിയ വിനയമില്ല. എല്ലാ മാലാഖമാരെക്കാളും എല്ലാ വിശുദ്ധരെക്കാളും ഉപരിയായി നീ ഉയർത്തപ്പെട്ടു. ഓ മേരി, എൻ്റെ മാധുര്യമുള്ള മാതാവേ, സമർപ്പിപ്പൂ ഞാൻ നിനക്ക് എൻ ആത്മം, ശരീരം, എൻ എളിയ ഹൃത്തം. എൻ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിരിക്കണമേ. പ്രത്യേകിച്ച് എൻ്റെ മരണസമയത്തെ അവസാന യുദ്ധത്തിൽ. ഈശോയെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ജനുവരി 1, 1937. ആത്മാവിൻ്റെ ആന്തരിക സംയമനത്തിൻ്റെ പട്ടിക. പ്രത്യേക നിയോഗം: കരുണയുള്ള ക്രിസ്തുവുമായുള്ള ഐക്യം. അഭ്യാസം: ആന്തരിക നിശബ്ദത. കർശനമായി നിശബ്ദത പാലിക്കുക. ആത്മശോധന. ജനുവരി
ദൈവവും ആത്മാവും നിശബ്ദത വിജയം 41 വീഴ്ച 4 സുഹൃതജപം എന്നാൽ ഈശോ നിശബ്ദനായിരുന്നു. ഫെബ്രുവരി ദൈവവും ആത്മാവും നിശബ്ദത വിജയം 36 വീഴ്ച 3 സുഹൃതജപം ഈശോയെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. മാർച്ച് ദൈവവും ആത്മാവും നിശബ്ദത വിജയം 51 വീഴ്ച 2 സുഹൃതജപം ഈശോയെ എൻ്റെ ഹൃദയം സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. ഏപ്രിൽ ദൈവവും ആത്മാവും നിശബ്ദത വിജയം 61 വീഴ്ച 4 സുഹൃതജപം ദൈവത്തോടു കൂടി എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. മെയ് ദൈവവും ആത്മാവും നിശബ്ദത വിജയം 92 വീഴ്ച 3 സുഹൃതജപം അവിടുത്തെ നാമത്തിലാണ് എൻ്റെ ശക്തി. ജൂൺ ദൈവവും ആത്മാവും നിശബ്ദത വിജയം 64 വീഴ്ച 1 സുഹൃതജപം എല്ലാം ഈശോയ്ക്കു വേണ്ടി. ജൂലൈ ദൈവവും ആത്മാവും നിശബ്ദത വിജയം 62 വീഴ്ച 8 സുഹൃതജപം ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. ആഗസ്റ്റ് ദൈവവും ആത്മാവും നിശബ്ദത വിജയം 88 വീഴ്ച 7 സുഹൃതജപം ഈശോയെ അങ്ങറിയുന്നു. സെപ്റ്റംബർ ദൈവവും ആത്മാവും നിശബ്ദത വിജയം 99 വീഴ്ച 1 സുഹൃതജപം ഈശോയെ അങ്ങേ ഹൃദയത്തിൽ എന്നെ മറയ്ക്കണമേ. ഒക്ടോബർ ദൈവവും ആത്മാവും നിശബ്ദത വിജയം 41 വീഴ്ച 3 സുഹൃതജപം മറിയമേ ഈശോയുമായി എന്നെ ഒന്നിപ്പിക്കണമേ. നവംബർ ദൈവവും ആത്മാവും നിശബ്ദത വിജയം വീഴ്ചകൾ സുഹൃതജപം ഓ എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ. ഡിസംബർ ദൈവവും ആത്മാവും നിശബ്ദത വിജയം വീഴ്ചകൾ സുഹൃതജപം ജീവിക്കുന്ന തിരുവോസ്തിയെ സ്വസ്തി. സുഹൃതജപം ജീവിക്കുന്ന തിരുവോസ്തിയെ സ്തുതി. വർഷം 1937. പൊതുവായ അഭ്യാസങ്ങൾ. ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയത്തുടിപ്പിലും ശരീരത്തിലെ ഓരോ നാഡി ഇടിപ്പിലും അങ്ങയുടെ കരുണയെ 1000 തവണ പുകഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ നാഥ, അങ്ങയുടെ കരുണയിലേക്ക് പൂർണ്ണമായി രൂപാന്തരപ്പെടാനും അങ്ങയുടെ ജീവിക്കുന്ന പ്രതിച്ഛായ ആയിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. പരമമായ ദൈവിക വിശേഷണമായ അങ്ങയുടെ അഗ്രാഹ്യമായ കരുണ എൻ്റെ ആത്മാവിലൂടെയും ഹൃദയത്തിലൂടെയും എൻ്റെ സഹോദരങ്ങളിലേക്ക് ഒഴുകട്ടെ. ഓ കർത്താവേ, എൻ്റെ നയനങ്ങൾ കരുണാർദ്രമാകാൻ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ബാഹ്യമായ രൂപം കണ്ട് അവരെ ഒരിക്കലും സംശയിക്കാനും വിധിക്കാനും ഇടയാക്കല്ലേ. മറിച്ച് അവരുടെ ആത്മാവിലെ നന്മ ദർശിക്കാനും അവരെ സഹായിക്കാനും കൃപ തരണമേ. എൻ്റെ കാതുകൾ കരുണാപൂർണമാകട്ടെ. എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ ഗ്രഹിക്കാനും അവരുടെ വേദനകളോടും വിലാപങ്ങളോടും നിസ്സംഗത പുലർത്താതിരിക്കാനും ഇടയാക്കണമേ. ഓ നാഥ, എൻ്റെ നാവ് കരുണാപൂർവം സംസാരിക്കട്ടെ. ഒരിക്കലും എൻ്റെ സഹോദരങ്ങൾക്കെതിരായി സംസാരിക്കാതിരിക്കാനും എല്ലാവരോടും ക്ഷമയുടെയും സ്വാന്തനത്തിൻ്റെയും വചസ്സുകൾ സംസാരിക്കാനും എന്നെ സഹായിക്കണമേ. ഓ നാഥ, എൻ്റെ കരങ്ങൾ കരുണാപൂർണവും സൽപ്രവൃത്തികളാൽ സമ്പുഷ്ടവുമാകട്ടെ. എൻ്റെ സഹോദരങ്ങൾക്ക് നന്മ മാത്രം ചെയ്യാനും ഏറ്റവും ദുർഘടവും ബുദ്ധിമുട്ടേറിയതുമായ ജോലികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാനും എന്നെ സഹായിക്കണമേ. എൻ്റെ കാൽപാദങ്ങളെ കരുണാപൂർണമാക്കണമേ. എൻ്റെ തളർച്ചയെയും ക്ഷീണത്തെയും അതിജീവിച്ച് എൻ്റെ സഹോദരങ്ങളെ സഹായിക്കാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ സഹോദരരെ ശുശ്രൂഷിക്കുന്നതിലാണ് എൻ്റെ യഥാർത്ഥമായ ആശ്വാസം. ഓ നാഥ, എൻ്റെ ഹൃദയം കരുണാസമ്പന്നമാകട്ടെ. എൻ്റെ സഹോദരങ്ങളുടെ എല്ലാ സഹനങ്ങളും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓരോരുത്തർക്കും ഞാൻ സ്നേഹം നിഷേധിക്കുകയില്ല. എൻ്റെ സ്നേഹത്തെ നിന്ദിക്കുമെന്ന്
മനസ്സിലാക്കുന്നവരോട് പോലും ഞാൻ ആത്മാർത്ഥതയോടെ പെരുമാറും. ഈശോയുടെ ഏറ്റവും കരുണാർദ്രമായ ഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെ ബന്ധിതയാക്കും. സഹനങ്ങൾ ഞാൻ നിശബ്ദമായി സഹിക്കും. ഓ നാഥ, അങ്ങയുടെ കരുണ എന്നിൽ വസിക്കട്ടെ. 3 വിധത്തിലുള്ള കരുണ അഭ്യസിക്കാൻ അവിടുന്ന് തന്നെ എന്നോട് കൽപ്പിക്കുന്നു. ഒന്നാമത്തേത്, എല്ലാ തരത്തിലുമുള്ള കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. രണ്ടാമത്തേത്, കരുണയുടെ വാക്കുകൾ, കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യമല്ലാത്തപ്പോൾ കരുണയുടെ വചനങ്ങളാൽ ഞാൻ സഹായിക്കും. മൂന്നാമത്തേത്, പ്രാർത്ഥന. വാക്കാലും പ്രവൃത്തിയാലും കരുണ കാണിക്കാൻ സാധിക്കാത്ത സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കും. ശാരീരികമായി സഹായിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും എൻ്റെ പ്രാർത്ഥനയെത്തുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങിലേക്ക് എന്നെ അനുരൂപപ്പെടുത്തുക. എന്തെന്നാൽ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ.